ലേറ്റസ്റ്റ് സൂപ്പർസോണിക് ജെറ്റ് അല്ല, ഒരു പഴയ എയർക്രാഫ്റ്റും അല്ല. പിന്നെ എന്താണ് ഇവനെന്നുള്ളൊരു കാര്യം ഇങ്ങനെ അന്വേഷിച്ചു പോകുന്ന സമയത്താണ് ഇവന്റെ ഫ്യൂസിലേജിനെ പറ്റുന്ന ഇങ്ങനെ തപ്പി പോകാനായിട്ട് തോന്നിയത്. ഈ പുറകിൽ കിടക്കുന്ന സാധനത്തിനെ കാണുന്ന സമയത്ത് ഇതൊരു ജാഗ്വർ ആണോ എന്നുള്ളൊരു കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. നോക്കി പോകുന്ന സമയത്ത് സംഭവം ജാഗ്വർ തന്നെയാണ്. ഇത് ജാഗ്വർ ആണെന്നുണ്ടെങ്കിൽ സൈഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പക്കാ മിലിറ്ററി ഐറ്റം തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന എംപുരാൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് സംഭവം വേറെ ലെവല്, സംഭവം വേറെ മാറി എന്നുള്ളൊരു കാര്യം തോന്നിപ്പിക്കുന്ന തരത്തിലൊരു ഫോട്ടോ മാറ്റിക്കാണ് കാണാൻ പറ്റിയത്. ഫസ്റ്റ് ഓഫ് ഓൾ, പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടർ ആൻഡ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇപ്പോൾ നല്ല ബെസ്റ്റ് സമയം എന്നുള്ളൊരു കാര്യം പറയാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. കാരണം സലാർ ഇറങ്ങി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള ലെവലിലോട്ട് ഇപ്പം എല്ലാവരും അറിയുന്ന ഒരു ആക്ടറായിട്ട് മാറി. ആൻഡ് ആസ് എ ഡയറക്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ ആദ്യത്തെ 200 കോടി ക്ലബ്ബിൽ നേടിയിരിക്കുന്ന സിനിമ ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എമ്പുരാൻ തന്നെയായിരുന്നു. ആൻഡ് അതിന്റെ ഡയറക്ടറാണ് പൃഥ്വിരാജ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പൃഥ്വിരാജിന്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സംഭവം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആദ്യത്തെ പോസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റ് വന്നായിരുന്നു. ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫൈറ്റർ ജെറ്റും കുറേയധികം മിലിറ്ററി ഹെലികോപ്റ്ററും മറ്റൊക്കെ കാണാൻ പറ്റിയായിരുന്നു. പക്ഷേ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെറും CGI മാത്രമായിരിക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഈ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് എക്സ്പെക്ടേഷൻ വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ L2 എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫോട്ടോ ആക്ച്വലി പൃഥ്വിരാജിന്റെ പേജിനകത്തൊക്കെ കാണാൻ പറ്റിയായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് തന്നെ വന്നിരുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. നിങ്ങളെല്ലാവരും പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഫോട്ടോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. എമ്പുരാൻ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് UK ലായിരുന്നു. ഒരുപാട് രാജ്യങ്ങളായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ഒരു ഫോട്ടോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എനിവേസ്, ഇദ്ദേഹത്തിന്റെ പുറകിലായിട്ട് കിടക്കുന്ന സാധനം കാണുന്ന സമയത്താണ് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചതെന്നുള്ള കാര്യം പറയാണ്ട് പറ്റില്ല. കാരണം ആ പുറകിൽ കിടക്കുന്ന സാധനത്തിനെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ആക്ച്വലി ഒരു സൈഡ് മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ. ആക്ച്വലി ഇതൊരു പഴയകാല എയർക്രാഫ്റ്റ് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം ഈ എയർക്രാഫ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ ഫ്യൂസ്ലേജ് ലാൻഡ് ഗിയർ ഒക്കെ നോക്കുന്ന സമയത്താണ് ഇതിന്റെ ഒരു ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുക. സാധാരണ ഓരോ എയർക്രാഫ്റ്റ് മാറുന്ന സമയത്തിന്റെ ഡിസൈനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പണ്ട് കാലം തൊട്ടുള്ള ഓരോ എയർക്രാഫ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെറ്റിനകത്ത് ഒരുപാട് ഡിഫറൻസുകൾ കൊണ്ടിട്ടുണ്ട്. അതിന്റെ ഫ്യൂൽ കൺസംഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമാവുന്നതിനനുസരിച്ച് ഡിസൈൻസിന് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. ഇതിന്റെ ഫ്യൂസലേജും ലാൻഡിംഗ് ഗിയർ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പഴയകാല എയർക്രാഫ്റ്റ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഒരു 1980s കാലഘട്ടത്തിലുള്ള ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കൊന്ന് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് എങ്ങനെയായാലും ഒരു 1980s 1990s ഒരു കാലഘട്ടത്തിലെ കഥയൊക്കെ അതിനകത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതൽ തന്നെയാണല്ലേ. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകുന്ന സമയത്താണ് ഇതേ തന്നെ ഫ്യൂസലേജ് ഉള്ളൊരു എയർക്രാഫ്റ്റ് ആക്ച്വലി കാണാനായിട്ട് പറ്റിയത്. ബ്രിട്ടീഷ് റോയൽസ് യൂസ് ചെയ്ത് പോന്നിരുന്ന റോയൽ ബ്രിട്ടീഷ് ആർമി യൂസ് ചെയ്ത് പോന്നിരുന്ന ഒരു ന്യൂക്ലിയർ എയർ സ്ട്രൈക്ക് ആയിട്ടുള്ള ഒരു ജെറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ പേര് സെപ്പേക്കാറ്റ് ജാഗ്വർ എന്നാണ്. ഇഷ്ടമുള്ളവർ ഇവനെ ജാഗ്വർ എന്ന് വിളിക്കും. ജാഗ്വർ എന്ന് പറഞ്ഞ ഈ സാധനം ഒരു കാലഘട്ടത്തിൽ റോയൽ ബ്രിട്ടീഷ് ആർമി യൂസ് ചെയ്ത് പോന്നിരുന്ന ഒരു സാധനമായിരുന്നു. ആക്ച്വലി ഫ്രഞ്ച് എയർക്രാഫ്റ്റ് ആണ്, ഫ്രഞ്ച് ജെറ്റാണ് ഇവൻ എന്ന് പറയുന്നത്. 1968 തൊട്ട് 1981 വരെ മാത്രം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു ഫ്രഞ്ച് എയർക്രാഫ്റ്റ് ആണ് ആക്ച്വലി ഇദ്ദേഹത്തിന്റെ പുറകിലായിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഷെഡ്യൂൾ ആക്ച്വലി ഷൂട്ട് ചെയ്തേക്കുന്നത് UK വെച്ചാണ്. ഈ സാധനം എന്ന് പറയുന്നത് പഴയ റോയൽ ബ്രിട്ടീഷ് ആർമി യൂസ് ചെയ്ത് പോന്നിരുന്ന ഒരു സാധനമാണ്. സോ ഒരു പക്ഷേ പഴയ ബ്രിട്ടീഷുകാർ യൂസ് ചെയ്ത് പോന്നിരുന്ന ഒരു സാധനത്തിന്റെ സീക്വൻസ് ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുള്ളൊരു കാര്യം നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. കാരണം അത് റിയൽ സാധനം തന്നെയാണ് പുറകിൽ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഫൈറ്റ് സീക്വൻസുകൾ, ഐ മീൻ മിലിറ്ററിയുമായിട്ടൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ വന്നു കൂടായികയില്ല എന്നുള്ളൊരു കാര്യം വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. ഒരു പക്ഷേ ഇത് ബ്രിട്ടീഷുകാർ തന്നെ യൂസ് ചെയ്ത് പോന്നിരുന്ന അവരുടെ തന്നെ എയർക്രാഫ്റ്റ് ആയിരിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ സാക്ഷാൽ മോഹൻലാലിന്റെ എമ്പുരാൻ എന്ന് പറയുന്ന ദി അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടർ യൂസ് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കാം. ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യർ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാമല്ലോ. ജെറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. പക്ഷേ എമ്പുരാൻ സിനിമയ്ക്കകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്രാം ഖുറേഷി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിൻഡിക്കേറ്റ് കൺട്രോൾ ചെയ്യുന്ന അത്ര റിച്ച് ആയിട്ടുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. ഇന്ത്യ, UK, USA, UAE, റഷ്യ, ആഫ്രിക്ക ആൻഡ് ടർക്കി ഇത്ര സ്ഥലങ്ങളാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനെക്കുറിച്ച് വന്നിരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. 2.5 മണിക്കൂറിന്റെ ഒരു സിനിമ ഇത്രയധികം രാജ്യങ്ങൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും ഇവർ ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം, എന്നടാ പണ്ണപ്പുറ എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. ഇത്രയധികം സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ടോട്ടൽ ഒരു 10-200 ദിവസത്തിന് മേലെ എങ്ങനെ ഉണ്ടാവും ഷൂട്ട്, അത് ഉറപ്പായിട്ടൊരു കാര്യം തന്നെയാണ്. സോ അത്രയും വലിയൊരു ക്യാൻവാസിൽ വരാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഇതിനകത്ത് കാഴ്ചവെച്ചേക്കുന്നതുള്ള കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എമ്പുരാൻ സിനിമയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫർ സിനിമയുടെ പ്രീക്വൽ ആണ്. ഐ മീൻ അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ അദ്ദേഹം എവിടെയായിരുന്നു 10-25 വർഷത്തോളം, അദ്ദേഹം 27 വർഷം അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളൊരു കാര്യം ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല, ലൂസിഫർ സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല. അതിനകത്ത് വെറും ഒരു ചെറിയൊരു ഷോട്ട് മാത്രമാണ്, ആ ക്ലൈമാക്സിനകത്ത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഇന്നും ആ ഒരു ഷോട്ട് എന്ന് പറയുന്ന അവസാനത്തെ ഒരു 3 മിനിറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. അത് മാത്രം ഇരുന്ന് കാണാൻ നമുക്ക് തോന്നും. ആ ലെവലിലായിരുന്നു ആ ഒരു സീൻ എന്ന് പറയുന്നത്.
സോ ആ ഒരു ലെവലിന്റെ വേറൊരു ക്യാൻവാസ്, ആ ഒരു ക്യാരക്ടറിന്റെ പഴയ കാലമൊക്കെ എടുത്ത് കാണിക്കുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സിൻഡിക്കേറ്റിന്റെ തലവനായത്, അയാൾ എങ്ങനെയാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായത്, ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന പല പല സംഭവങ്ങൾ, ഐ മീൻ ഗോൾഡ്, പല സാധനങ്ങളും നിയന്ത്രിക്കുന്ന ഒരാളാണെന്നാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അബ്രാം ഖുറേഷി എങ്ങനെയാണ് ആയെന്നുള്ളൊരു കാര്യമാണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കാനുള്ള ചാൻസ് കൂടുതൽ. ആൻഡ് അതിനൊപ്പം തന്നെ ഈ സിനിമയുടെ സീക്വൽ കൂടി കാണിക്കുന്ന ഒരു കാര്യം കുറിച്ച് പറയുന്നുണ്ട്. ആക്ച്വലി 3 പാർട്ടായിട്ട് വരാനിരുന്നിരുന്ന ഒരു സിനിമയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് L2 എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിനൊരു തേർഡ് പാർട്ട് ഉണ്ടാവോ എന്നുള്ളൊരു കാര്യം ഒന്നും പറയാൻ പറ്റില്ല. എനിവേസ് പുറകിൽ എടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ഒരു കിണ്ണം കാച്ചി സാധനമാണ്. അതെങ്ങനെയായിരിക്കും സിനിമയിൽ വരാമെന്നുള്ളൊരു കാര്യം ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ സിനിമയുടെ എക്സൈറ്റ്മെന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു പേടിയാണ്. കാരണം എക്സൈറ്റ്മെന്റ് നമ്മൾ പറയുന്നു, പിന്നീട് സിനിമയിൽ കാണുന്ന സമയത്ത് അത് ഉണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ക്യാൻവാസിൽ വരുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സമയത്തും, ലാലേട്ടൻ്റെ ഒരു വലിയ സിനിമ എന്ന് പറയുന്ന സമയത്തും, ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് അടിച്ചേക്കുന്ന ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന സമയത്തും, പൃഥ്വിരാജിന്റെ സിനിമ എന്ന് പറയുന്ന സമയത്തും ഈ സിനിമയ്ക്കകത്ത് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു നാഷണൽ അവാർഡ് മണക്കുന്നു എന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെ എനിക്കും ചെറിയൊരു പ്രതീക്ഷയ്ക്കുണ്ട്. കാരണം ആടുജീവിതം എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ വലിയൊരു സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും പൃഥ്വിരാജ് ഈ സമയത്ത് പറയുന്ന ഒരു കാര്യം ആടുജീവിതത്തിനെ പറ്റിയായിരുന്നു. വർഷങ്ങളോളം കാത്തിരുന്ന് ഒരു ഡയറക്ടറും ഒരു ആക്ടറും കൂടി ഇരുന്ന് ഒരു സിനിമ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് 2008 തുടങ്ങിയേക്കുന്ന ഒരു ആരംഭമാണ് ഈ സിനിമയുടെ പ്രിപ്പറേഷൻസ് പറയുന്നത്. അപ്പോൾ ബ്ലസ്സി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് 2008 തൊട്ടുള്ള ഒരു വർക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പോകുന്ന സമയത്ത് എന്താണ് ഈ സിനിമ എന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു ലുക്ക് കാണുന്ന സമയത്ത് ഡാർവിന്റെ പരിണാമം എന്ന് പറയുന്ന സിനിമയിലൊക്കെ വന്നേക്കുന്ന പൃഥ്വിരാജിന്റെ ലുക്ക് പോലെ എനിക്ക് തോന്നിയത്. ഈ ലുക്ക് മുമ്പേ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. ആക്ച്വലി ഈ സിനിമയുടെ ആടുജീവിതത്തിന്റെ ട്രെയിലർ ഒരു 9 മാസം മുമ്പ് വന്നിരുന്ന സമയത്ത് തന്നെ ഈ ലുക്ക് നമുക്ക് ആക്ച്വലി റിവീൽ ആയത് തന്നെയായിരുന്നു. സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ തന്നെയാണ് ഇദ്ദേഹം പോർട്രേ ചെയ്യേണ്ടത്. കാരണം നജീബ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് ഇദ്ദേഹം ആക്ച്വലി പോർട്രേ ചെയ്യാൻ പോകുന്നത്. എന്താണ് കഥ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇവിടെ നിന്നും ഗൾഫായിട്ട് ഗൾഫിലോട്ട് പോയിരിക്കുന്ന ഒരാൾക്ക് സംഭവിച്ചേക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് നോവലായിട്ട് വന്നായിരുന്നു. അതാണ് പിന്നീട് ഈ ഒരു സിനിമയായിട്ട് വരുന്നുള്ള കാര്യങ്ങൾ ഞാൻ പലതവണ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല. സോ പൃഥ്വിരാജിന്റെ ഈ ലുക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പുള്ള ഇദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരനായിട്ടുള്ള ലുക്ക് തന്നെയാണ് നമുക്ക് കാണാൻ വരുന്നത്. താടി മീശൊന്നും നരയ്ക്കാത്ത ഒരു സാധാരണക്കാരനായിട്ടുള്ള പൃഥ്വിരാജിന്റെ ലുക്ക് തന്നെയാണ് നമുക്ക് കാണാൻ വരുന്നത്. ഒരുപാട് മോഹങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന പൃഥ്വിരാജിന്റെ നജീബ് മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ലുക്ക് തന്നെയാണ് നമുക്ക് കാണാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മുമ്പ് വന്നിരുന്ന പോസ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലോണം തന്നെ താടിയൊക്കെ വളർത്തിയിട്ടുള്ള വളരെയധികം പ്രായം കൂടിയിരിക്കുന്ന ഒരു തരത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു പൃഥ്വിരാജിനെ ആയിരുന്നില്ല കാണാൻ പറ്റിയായിരുന്നത്. പക്ഷേ ഇത് അതിനേക്കാളും വളരെ ചെറുപ്പമായിട്ട് കുറച്ചും കൂടി ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പൃഥ്വിരാജിനെയാണ് നമുക്ക് കാണാൻ വരുന്നത്. എനിവേസ് നല്ലൊരു സിനിമയായിരിക്കും ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ സിനിമയെ കുറിച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന, ഐ മീൻ രാഷ്ട്രീയം മറ്റൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് ഒരു നാഷണൽ അവാർഡ് കിട്ടിയേക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ. കാരണം ഇപ്പം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ക്ലാസിക് ആണെങ്കിലും മാസ് ആണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വരുന്ന സമയത്ത് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത് കണ്ടന്റ് അറിയേണ്ട ഒരു കാര്യമാണ്. എനിവേസ് 2008 തൊട്ട് ഒരു ഡയറക്ടറും ഒരു ആക്ടറും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വളരെ വിഷണറി ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സാധനം എടുക്കുന്ന സമയത്ത് അത് നല്ല സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലതായിട്ട് മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ആക്ടർ എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിലും ഒരു ഡയറക്ടർ എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിലും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റാർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ഇപ്പോൾ ബഡേ മിയ ചോട്ട മിയ എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവി ഇപ്പോൾ ഓൾറെഡി വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഓൾറെഡി ഇപ്പോൾ കരൺ ജോഹറിന്റെ ഒരു ടീം കൊളാബറേറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. സോ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിനിമകൾ ഹീസ് ആക്ച്വലി ബിക്കമിങ് എ പാൻ ഇന്ത്യൻ സ്റ്റാർ. ഓൾറെഡി ഇപ്പോൾ സലാർ സിനിമയിൽ നമ്മൾ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് കണ്ടു. പക്ഷേ ഇനി ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡയറക്ടോറിയൽ ഡെബ്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് തോന്നുന്നത്. സോ ആടുജീവിതം ആൻഡ് എമ്പുരാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേജ് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ടൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.